അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മുഞ്ഞാണ്ട് സുറത്തുകൾ നടന്ന പോലത്തതായ മുഖാമുഖിൽ ഒരു സഹോദര ദുവാത്തെക്കുറിച്ചിട്ട് കേട്ട പോലത്തെ ഒരു ചോദ്യത്തിന് തോക്കെ സക്കാഫി കൊടുത്തൊരു ഉത്തര എല്ലാവരും കാത് കൊടുത്തിട്ടിക്കുവാറ് എന്തിനെ കണ്ടെങ്കിൽ ഇലാഹാക്കിയ മാത്രമായിട്ടിക്കറ് അത് ഷിർക്ക് ബണ്ട് അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുട്ട് മക്കളെ കേൾക്കുമ്പോൾ ഇലാഹായ നിലക്കും മൊഹീദ്ദീൻ ശേഖരട്ടു അതേ മക്കളെ കേൾക്കുമ്പോൾ അത് പിന്നെ പ്രാർത്ഥന ആവില്ലാണ്ടായിട്ടിക്കറ് ഇലാ അള്ളാഹ് ചൊന്നിട്ടായിട്ട് ഞങ്ങൾ കേൾക്കലുണ്ടായിട്ടിക്കറ് അള്ളാഹുട്ട് രോഗശിഫ കേൾക്കുമ്പോൾ അത് ഇലാഹായ നിലക്കും അതുപോലെ മൊഹീദ്ദീൻ ശേഖരട്ടു അള്ളാഹുട്ട് കേൾക്കറ് അതേ പ്രാർത്ഥന മൊഹീദ്ദീൻ ശേഖരട്ട് കേൾക്കുമ്പോൾ അത് പ്രാർത്ഥന ആവില്ല ചൊന്നിട്ടായിട്ടിക്കറ് പിന്നെ തോക്കെ സക്കാഫി ചൊന്നിതെല്ലാം കാത് കൊടുത്തിട്ടുവാറ്. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടാ? അങ്ങനെ ഇല്ലേ? അത് വ്യക്തമായിട്ട് ഫൈസൽ മൗലവി ഒരു മുസ്ലിയാർ കേട്ട് ചോദ്യത്തിൽ വ്യക്തമായിട്ട് അത് വിവരിച്ചിട്ട് അതിൽ എല്ലാ മൊഗ്ഗലും വിവരിച്ച് കൊടുക്കുന്ന പോലത്തതായേ ഇതൊരു വീഡിയോ പിന്നെ നോക്കണു. അതുകൊണ്ട് ഏതായിട്ട് സത്യ ഏതായിട്ട് ബാത്തിൽ ചൊന്ന് മനസ്സിലാക്കണു. ഇബാദത്താവണമെങ്കിൽ ഇലാ ഹാക്കിട്ടേ ബേന അല്ലാണ്ടായെങ്കിൽ അത് ഷിർക്ക് ബണ്ടില്ലേ ചൊല്ലേതായിട്ട് വ്യക്തമായിട്ട് ഫൈസൽ മൗലവി വിവരിച്ച് കൊടുക്കൂ. അതുകൊണ്ട് ഈ ക്ലിപ്പ് പൂർത്തിയായി കാത് കൊടുക്കൂ. തോക്കെ സക്കാഫിയുടെ പലക്കം കാത് കൊടുക്കൂ. അതുപോലെ ഫൈസൽ മൗലവിയുടെ മറുപടിയും കാത് കൊടുക്കൂ. ഇൻഷാ അല്ലാഹ് ഹക്കിടെ ഹക്കായി മനസ്സിലാക്കും, ബാത്തിൽ ഇവിടെ പരാജയപ്പെടും. അള്ളാഹു അത് മനസ്സിലാക്കും തൗഫീഖ് നൽകട്ട്. ആമീൻ. ഇത് ഇബാദത്ത് ചൊന്നെങ്കിൽ ഞങ്ങളെ ഇപ്പം ഒരു ദുവാ എത്തിക്കരുത്. അദ്ദുവ വൽ ഇബാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ ഏറ്റവും വലിയ ഞങ്ങൾ ദുവാക്കരുത് ഇബാദത്താക്കിയ പോലെ. ഇപ്പം ഞങ്ങൾ അള്ളാഹോടെ വിളിച്ച് ദുവാ എന്നെങ്കിൽ ഞങ്ങൾ അള്ളാഹോടെ ഇബാദത്താക്കിയ പോലെ. അത് അള്ളാഹോടെ മക്ലൂക്ക് ചൊന്നെങ്കിൽ സൃഷ്ടിമാറോ മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ള അതേപോലെ ബദരിങ്ങലെ ഞങ്ങൾ അള്ളാഹോടെ മക്ലൂക്ക് എത്തിക്കരുത്. അപ്പം ഞങ്ങളെ വിളിച്ച് ദുവാ എന്നെങ്കിൽ ഞങ്ങളെ ഇബാദത്താക്കിയ പോലെ അല്ലേ? നാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായ പോലെ അല്ലേ? അല്ല. അദ്ദുആഉ ഹുവൽ ഇബാദ. ഈ അദ്ദുആയിലുള്ള അലിഫ്ലാം ഏത് അലിഫ്ലാമാ? അദ്ദുആയിൽ ഒരു അലിഫ്ലാം ഉണ്ടല്ലോ. ഈ അലിഫ്ലാം എന്തിൻ്റെ അലിഫ്ലാമാണ് എന്ന് പറയും? അറിയില്ല. അദ്ദുആയിലുള്ള അലിഫ്ലാം ഏതാണ്? അറിയില്ല. അദ്ദുആഉ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതുന്നത്? ഒരു അലിഫ്, ഒരു ലാമ്, ഒരു ദാല്, ഒരു ഐന്, ഒരു അലിഫ്, ഒരു ഹംസ് അല്ലേ? ദുആ എന്നല്ല, മറിച്ച് അദ്ദുആഉ. ഈ അദ്ദുആഇന്റെ തുടക്കത്തിലുള്ള അലിഫ് ലാം എന്തിനാണ് ഞാൻ ചോദിച്ചു. മറുപടി പറയും. അതെ, അദ്ദുആ എന്ന് പറഞ്ഞാൽ അലിഫ് ലാം മഅരിഫിന്റെ അലിഫ് ലാമാണ്. മനസ്സിലായ? ഒരു അറിയപ്പെട്ട ഒരു ദുആ. ഏതാണ് ആ ദുആ? അത് ഇസ്ലാമിക സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരു ദുആ. ഇസ്ലാമിൽ സാങ്കേതിക അർത്ഥത്തിൽ ദുആഇന്റെ നിർവചനം എന്താണ് ശരിക്കും മനസ്സിലാക്കിക്കോളി. അതായത് ഈ എന്താ പറയാ, പക്ഷപാതമോ അല്ലെങ്കിൽ പൂർവാഗ്രഹ പീഡിതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, നിഷ്പക്ഷമായി ചിന്തിച്ചോളി. ഇമാം റാസി ദുആഇന്റെ നിർവചനം പറഞ്ഞു. സാങ്കേതിക അർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? വഹഖീഖത്തു ദുആഇ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലുഹു അൽ ഇനായത വസ്തിംദാദുഹു മിൻഹു ഇയാഹു അൽ മഊനത. ശരിക്കും ശ്രദ്ധിച്ചോളി ദുആഇന്റെ ഇസ്ലാമിക ഡെഫിനിഷൻ. ദുആ എന്ന് പറഞ്ഞാൽ ഇസ്തിദ്ആഉൽ അബ്ദി, ഒരു അടിമ തേടലാണ്. അബ്ദ് അടിമ. ആരോട്? റബ്ബഹു, അവന്റെ റബ്ബിനോട്. അപ്പോൾ ഒരു അടിമ റബ്ബിനോട് അവൻ എൻ്റെ റബ്ബാണെന്നും ഞാൻ ആ റബ്ബിന്റെ അടിമയാണെന്നും എന്ന നിലക്ക് ചോദിക്കപ്പെടുന്നവന്റെ അടിമയാണെന്നും ചോദിക്കപ്പെടുന്നവൻ എൻ്റെ റബ്ബാണെന്നും വിശ്വാസപ്രകാരം ചോദിക്കുന്നതിനാണ് ഇസ്ലാമിലെ സാങ്കേതികാർത്ഥത്തിൽ ദുആ എന്ന് പറയാ. ആ ദുആയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതേ സമയത്ത് സുന്നികൾ ചോദിക്കുന്നത് മൊഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് എൻ്റെ റബ്ബാണെന്നോ ഞാൻ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ അടിമയാണെന്നോ ഒരു മുസ്ലിമും ഇവിടെ വിശ്വസിക്കുന്നില്ല. മൊഹീദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാനും അള്ളാഹുവിൻ്റെ അടിമയാണ്. പക്ഷെ ഞാനൊരു സാധാരണക്കാരനാണ്, മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വലിയാണ് എന്ന നിലക്ക് രണ്ടാളും ഒരേ റബ്ബിന്റെ അടിമകളാണ് എന്ന നിലക്കാണ് സുന്നികൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ദുആഇന്റെ നിർവചനത്തിൽ പെടുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ചോദിക്കപ്പെടുന്നവൻ റബ്ബാണെന്ന് വിശ്വസിക്കുന്നില്ല, ഞാൻ ആ ചോദിക്കപ്പെടുന്നവന്റെ അടിമയാണെന്ന് വിശ്വസിക്കുന്നില്ല. മറിച്ച് രണ്ടാളും റബ്ബ് അള്ളാഹുവിന്റെ അടിമകളാണെന്ന് വിശ്വാസത്തോടു കൂടെയാണ് ചോദിക്കുന്നത്. അത്രയേ ഉള്ളൂ.
அப்போட தோக்கே சக்காஃபி சொல்லிட்டு எல்லாரும் காது கொடுத்தாரு. அப்போ ஒரு ஷிர்கா அவனு கண்டாங்க இலா ಹಾಕಿಟ್ಟೆ ಬೇನ ಅದಲ್ಲಾಂಟ ഏത് കാര്യം മറിച്ചങ്ങോട്ട് പോയിട്ട് കേട്ടിട്ടായും ഷിർക്കാവുള്ളേ ചൊല്ലത് വ്യക്തമായിട്ട് ഫൈസൽ മൗല വിവരിച്ചിട്ടുണ്ട്. ഇലാ ആക്കാണ്ടും ഷിർക്ക് ബണ്ട ഇല്ലേ ചൊല്ലത് വ്യക്തമായിട്ട് അതിൽ മനസ്സിലാക്കിത്തണ്ട്. അപ്പോൾ ആ സത്യത്തെ മനസ്സിലാക്കൊരു സത്യം ഉൾക്കൊള്ളുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എൻ്റെ പേര് അഷ്റഫ്, മഞ്ചേശ്വരം ബാക്കിമാർ എന്ന പ്രദേശത്താണ്. അത്യാവശ്യമൊക്കെ മുജാഹിദുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്, അറിയാനാണ്. വാശി തീർക്കാനോ കച്ചറയുണ്ടാക്കാനോ ഒന്നുമല്ല, നല്ല ഉദ്ദേശം. അതായത് ഇവിടെ വിഷയാവതരണം കേട്ട ഏതൊരാൾക്കും മനസ്സിലാകുന്നത് സുന്നികൾ ഷിർക്ക് ചെയ്യുന്നു എന്നതാണ്. മാലമൗലൂദിലായാലും ഇസ്തിഗാസയിലൂടെയായാലും ഷിർക്ക് ചെയ്യുന്നു എന്നാണ് കാര്യമായി പറഞ്ഞത്. പക്ഷേ ഷിർക്ക് ചെയ്യുന്നു എന്നതിന്റെ ഗൗരവം അറിയിക്കാൻ ഒരുപാട് ആയത്തുകളൊക്കെ എന്റെ ചോദ്യം. കാരണം സുന്നികൾ പറയും അല്ലാഹ് അല്ലാത്തവരോട് വിളിച്ചു തേടുമ്പോ സുന്നികൾ പറയുന്നു അത് ഷിർക്കല്ല, മുജാഹിദീങ്ങൾ പറയുന്നു ഷിർക്കാണ്. ഇവിടെയാണ് പ്രശ്നം. പക്ഷെ ഷിർക്ക് എന്നാൽ എന്ത്? ഇതാണ് പലപ്പോഴും പലർക്കും അറിയാത്തത്. ഉദാഹരണം ഞാൻ വിശദീകരിക്കുകയല്ല. 2 ദിവസം മുമ്പ് ഞാൻ മക്ബറയിലേക്ക് ഇങ്ങനെ പോകാൻ നോക്കുമ്പോ ഒരു മുജാഹിദ് വന്ന് പറഞ്ഞു, എവിടേക്കാ? മക്ബറയിലേക്കാണ്. നിന്റെ പോക്ക് തന്നെ ഷിർക്ക് എന്നാണ്. അപ്പൊ ആ നടത്തം ഷിർക്കായി. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവരൊക്കെ ഷിർക്ക് എന്നാൽ എന്തെന്നാ വിചാരിച്ചത്? ഇപ്പൊ ഇവിടെ പ്രസംഗത്തിലും ഷിർക്ക് എന്നാൽ ഇന്നതാണ് എന്നാരും വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ മുജാഹിദുകളുടെ നാവിൽ നിന്നും നായികക്ക് 40 വട്ടം വരുന്ന ഒരു വാക്കാണ് ഷിർക്ക്, ഷിർക്ക്, ഷിർക്ക്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട്, നേതാക്കളോട് ചോദിക്കാനുള്ളത്, ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം, അത് എന്നാൽ എന്ത്? തഅരീഫ്, ഡെഫിനിഷൻ. ചോദ്യം മനസ്സിലായി. സഹോദരൻ അറിയേണ്ടത് ഷിർക്കിന്റെ താരീഫാണ്, അതിന്റെ വിശദീകരണമാണ്. സഹോദരൻ മൈക്ക് സംഘാടകർ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി അദ്ദേഹത്തിന്റെ സംശയത്തിന് മറുപടി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വളരെ സദുദ്ദേശപരമായി പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ എന്ന ആമുഖത്തോടു കൂടി ചോദിച്ച ചോദ്യം പ്രസക്തമാണ്, വളരെ പഠനാർഹമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ശിർക്കുമായി ബന്ധപ്പെട്ടു പഠിപ്പിച്ച അധ്യാപനങ്ങൾ അതറിയാതെ പോയത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ ശിർക്കായ പല സംഗതികളെയും ശിർക്കല്ല എന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ അത്തരം തെറ്റായ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ധാരാളം സ്ഥലങ്ങളിൽ ശിർക്കുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ അധ്യാപനങ്ങളെ അടിസ്ഥാനമാക്കി പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ പല തരത്തിൽ അതിന് നിർവചനങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്, നിർവചനം എന്നത് പിൽക്കാല പണ്ഡിതന്മാർ നൽകുന്ന ശൈലികളാണ്. വ്യത്യസ്ത പണ്ഡിതന്മാർ വ്യത്യസ്ത നിർവചനങ്ങൾ നൽകുന്നു. എന്നാൽ ഖുർആനും സുന്നത്തും ഇന്ന കാര്യങ്ങൾ ശിർക്കാണ് എന്ന് കൃത്യമായി എടുത്തു പറയുന്ന ശൈലിയാണ് സ്വീകരിച്ചത്. സഹോദരന്റെ ചോദ്യം നിർവചനവുമായി ബന്ധപ്പെട്ടാണ്. ഇൻഷാ അല്ലാഹ് രണ്ടും ഞാൻ വിശദീകരിക്കാം. നിർവചനവും പറയാം, അതോടൊപ്പം പ്രമാണങ്ങൾ പഠിപ്പിച്ച ശൈലിയും പറയാം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിന്റെയും ശൈലി പ്രകാരം ഒന്ന്, സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി 13-14 ആയത്തിൽ. ഉത്തരം കേൾക്കണം. കഴിഞ്ഞിട്ട് ചോദിച്ചോളി. ഉത്തരം കഴിഞ്ഞിട്ട് ചോദിച്ചോളി. നിങ്ങൾക്ക് തഴീഫല്ലേ വേണ്ടി? നിങ്ങൾ പഠിക്കാൻ വന്നാണെങ്കിൽ അത് ഞാൻ തീരുമാനിക്കേണ്ടത്. അത് മാത്രമേ പറഞ്ഞപ്പോ ക്രിസ്മസിലൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇരിക്കി. പഠിക്കാൻ വന്നതാണെങ്കിൽ നിങ്ങൾ ഇരിക്കി. പഠിക്കാനാണ് വന്നതെങ്കിൽ ഇരിക്കി, കേൾക്കി. നിങ്ങൾ ഉത്തരം കഴിഞ്ഞിട്ട് പറഞ്ഞോളി. എന്റെ ഉത്തരം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോളി. അതല്ലേ മര്യാദ. ഈ ഉത്തരം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ശരിയായിട്ടില്ല നിങ്ങൾ പറഞ്ഞോളി. അത് തഴീഫ് അല്ല നിങ്ങൾ പറഞ്ഞോളി. അതാണോ ശരി? ഉത്തരം കേൾക്കാനുള്ള മര്യാദ വേണ്ടേ? പഠിക്കാനാണ് വന്നത് എന്ന നിങ്ങളുടെ ആ ഒരു ആമുഖം ആത്മാർത്ഥമാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയത്
സൂറത്ത് ഫാത്തിർ 13-14 ആയത്തുകൾ. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികുന മിൻ ഖിത്മിർ ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ 13-14 വചനങ്ങൾ. അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ ശേഷം അല്ലാഹു തആല പറഞ്ഞു, ആ റബ്ബിനെ പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും ശരി, നിങ്ങളുടെ ദുആ അവർ കേൾക്കയില്ല. കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയുമില്ല. അന്ത്യനാളിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. ആദ്യം പറഞ്ഞത് നിങ്ങൾ ദുആ ചെയ്താൽ അവർ കേൾക്കില്ല, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഉത്തരം ചെയ്യില്ല. നിങ്ങളുടെ ഈ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ ഖുർആൻ ശിർക്ക് എന്ന് പരിചയപ്പെടുത്തിയതിനെയാണ് ഇൻ തദ്ഉഹും, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ നിർവഹിക്കുന്ന തേട്ടങ്ങൾ, പ്രാർത്ഥനകൾ, ദുആകൾ, അതിനെയാണ് ഖുർആൻ ശിർക്ക് എന്ന് നമ്മെ പരിചയപ്പെടുത്തിയത്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ സമാനമായി ധാരാളം അധ്യാപനം കാണാം. സൂറത്ത് അഹ്ഖാഫ് 5-6 ആയത്തുകൾ. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസ് കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അവിടെയും വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചാരുണ്ട്. അവരുടെ ആ ഇബാദത്തിനെ അവർ പരലോകത്ത് നിഷേധിക്കും. അപ്പോൾ ദുആഇനെയാണ് ഇബാദത്ത് എന്ന് പരിചയപ്പെടുത്തിയത്. ഇപ്പൊ ഖുർആന്റെ ശൈലി അതാണ്. ഹദീസുകളിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കപ്പെട്ടുകൊണ്ട് ഇതേ പ്രയോഗം കാണാൻ കഴിയും. ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ പറഞ്ഞു, മാ ഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക. നബിയുടെ പ്രതികരണം, നീ എന്നെ അല്ലാഹുവിന് തുല്യനാക്കുകയാണോ? നീ എന്നെ അല്ലാഹുവിനോട് തുല്യനാക്കുകയാണോ? അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച റബ്ബിന് നീ എന്നെ തുല്യനാക്കുകയാണോ? എന്തേ പറഞ്ഞുള്ളൂ? അല്ലാഹുവും റസൂലും ഉദ്ദേശിച്ച് നടക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എന്നെ റബ്ബിന് തുല്യനാക്കുകയാണോ? അപ്പൊ അതിനെ തുല്യമാക്കൽ, സഹോദരൻ തന്നെ പറഞ്ഞു, ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം, അതാണ് ശിർക്ക്. ഷെയർ, പാർട്ട്ണർഷിപ്പ്, അതിനാണ് അറബി ഭാഷ ശിർക്ക് എന്ന് പറയാം. അപ്പൊ അല്ലാഹുവും റസൂലും ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നീ എന്നെ റബ്ബിനോട് തുല്യപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. അതേപോലെ കഅബയാണ് സത്യം എന്ന് പറയുമ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, ഇല്ല, അത് പറയാൻ പാടില്ല. പഠിപ്പിക്കുകയും ചെയ്തു, ലാ തഹ്ലിഫു ബിആബാഇകും വലാ ബിഉമ്മഹാതികും. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. ഇതാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും ശൈലി. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ശിർക്ക് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു സുന്നി മുജാഹിദ് വിഷയമല്ല, മൊത്തം മുസ്ലിങ്ങളെ ഇസ്ലാം പഠിപ്പിച്ച ഒരു ഗൗരവമായ സംഗതിയാണ്. അല്ല, സുന്നികൾ ചെയ്താൽ ശിർക്ക്, മുജാഹിദുകൾ ചെയ്താൽ ശിർക്കല്ല എന്ന ഒന്നല്ല. ശിർക്ക് ആര് ചെയ്താലും ശിർക്ക്. ഈ സംസാരിക്കുന്ന ഞാൻ ശിർക്ക് ചെയ്താലും അത് ശിർക്ക് തന്നെയാണ്. അല്ല, സുന്നികളൊക്കെ ചെയ്താൽ ശിർക്ക്, ഞങ്ങൾ ചെയ്താൽ ശിർക്കാവില്ല എന്ന ഒരു വാദം പ്രമാണം പരിചയപ്പെടുത്തിയിട്ടില്ല. ശിർക്ക് ആരിൽ നിന്ന് വന്നോ അത് ശിർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ അമ്പിയാക്കൾ, 25 അമ്പിയാക്കളെ പേര് ഖുർആനിലുണ്ട്. അതിൽ 18 അമ്പിയാക്കളെ പേര് പറഞ്ഞ സൂറത്താണ് സൂറത്തു അൻആം. 86-ാമത്തെ ആയത്ത് വരെയായി 18 അമ്പിയാക്കളുടെ പേരുകൾ ആ സൂറത്തിൽ കാണാം. 87-ാമത്തെ ആയത്തിൽ ആ അമ്പിയാക്കളെ പിൻപറ്റിയവരെ പറ്റിയും പരാമർശമുണ്ട്. എന്നിട്ട് 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചത്, വലൗ അസ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ഈ പറയപ്പെട്ട അമ്പിയാക്കളാണെങ്കിൽ പോലും ശിർക്ക് ചെയ്താൽ അവരെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. അമ്പിയാക്കൾ ശിർക്ക് ചെയ്യൂല, നമുക്കറിയാം. ശിർക്കില്ല, കുഫ്റില്ല, ഹറാമില്ല, ഒരു തിന്മയും ചെയ്യാത്ത പാപ സുരക്ഷിതരാണ്, മഅ്സൂമികളാണ് അമ്പിയാക്കൾ. എന്നാൽ ആ അമ്പിയാക്കളെ പറ്റി പറഞ്ഞത് അവർ ശിർക്ക് ചെയ്താലും അമല് പൊളിഞ്ഞു പോകും. അപ്പൊ ശിർക്കിന്റെ വിഷയം അതാണ്, അത് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇനി എന്താണ് ശിർക്ക്? ഈ പറഞ്ഞതിൽ നിന്ന് ഏകദേശം ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
അറബി ഭാഷ പ്രകാരം ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്ക് എന്നാണ് അർത്ഥം. പങ്ക്, ഷെയർ, പാർട്ട്ണർഷിപ്പ്, അതാണ് ഷിർക്ക് എന്ന വാക്കിനർത്ഥം. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഒരു ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ ശരീക്കന്മാരാണ്, ഞങ്ങൾ തമ്മിൽ ശരീക്കന്മാരാണ് എന്ന് പറഞ്ഞാൽ സഹപാഠികളാണ്. പഠനം എന്ന വിഷയത്തിൽ ഞാനും അയാളും തമ്മിൽ ഷിർക്കാണ് അർത്ഥം, ഞങ്ങൾ തമ്മിൽ ഷെയറാണ്. അതേപോലെ രണ്ടു പേര് ഒന്നിച്ച് കച്ചവടം ചെയ്താൽ അവർക്ക് ശരീക്കന്മാർ എന്നാ പറയാം. രണ്ടുപേരും ശരീക്കാണ് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ രണ്ടുപേരും പങ്കാളികളാണ്. കമ്പനികൾക്ക് ശരിക്ക എന്ന അറബി ശരിക്കത്ത് കമ്പനി. എന്താ കാരണം? 2, 3, 4, 10 ആൾ ഒന്നിച്ചുകൂടി ഉണ്ടാക്കുന്ന സംവിധാനം. അതുകൊണ്ട് അത് ശരിക്കത്ത്, അവർ പങ്കാളികളായി മാറുന്നു. ഇതാണ് അറബി ഭാഷയിൽ ആ വാക്ക്. അപ്പൊ റഹ്മാനായ റബ്ബിന് അവകാശപ്പെട്ട, അവനിൽ മാത്രം പ്രതീക്ഷിക്കേണ്ടുന്ന, അവന് മാത്രം അവകാശപ്പെട്ട വല്ലതും അല്ലാഹു അല്ലാത്ത ആർക്ക് വകവെച്ചു കൊടുത്താലും അതിനെ ശിർക്ക് എന്ന് പറയാം. അത് ഉൾക്കൊള്ളുന്ന വ്യത്യസ്തങ്ങളായ തഅരീഫുകൾ പിൽക്കാലത്ത് പണ്ഡിതന്മാർ പ്രയോഗിച്ചു പോന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു നിർവചനമാണ് ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യത്തി ബിമഅന വുജൂബിൽ വുജൂദി കമാലിൽ മജൂസി ഔ ബിമഅന ഇസ്തിഖാഖിൽ ഇബാദ കമാലി അബദത്തിൽ ഔസാൻ. മുസ്ലിയാക്കന്മാരെ പള്ളിയിൽ പഠിക്കുന്ന അഖീദത്തു തഫ്താസാനിയ എന്ന ഗ്രന്ഥത്തിൽ കാണാമത്. അപ്പൊ തഅരീഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്തും അതിന് മുമ്പുമായി പല പണ്ഡിതന്മാർ പല രൂപത്തിൽ നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏത് നിർവചനം എടുത്താലും ഇന്ന് സമൂഹത്തിൽ ചില ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്ന ശിർക്കുണ്ടല്ലോ, അവർ പഠിപ്പിക്കുന്ന ശിർക്ക് എന്താ ഒരു പറയാറുണ്ട്. സ്വയം കഴിവുണ്ട് വിശ്വസിച്ചുകൊണ്ട്, അതേപോലെ സ്വമതയത്ത് കൽപ്പിച്ചുകൊണ്ട്, ഖാലിഖാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള തേട്ടമേ ശിർക്കാവൂ. അങ്ങനെ നിർവചനം ലോകത്തൊരാളും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ തൊട്ടടുത്താണ് മംഗലാപുരത്ത് വെച്ച് കഴിഞ്ഞ വർഷം ഒരു വാദപ്രതിവാദം ഉണ്ടായത്. അന്ന് അവര് വാദിച്ചത് ഖാലിഖാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് റബ്ബല്ലാത്തവരോട് തേടിയാലേ ശിർക്കാവൂ. ഖാലിഖന സൃഷ്ടാവ്, ആകാശഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് എന്ന വിശ്വാസത്തിൽ അല്ലാഹു അല്ലാത്തവരോട് തേടുമ്പോഴാണ് ശിർക്ക് വരിക. അന്ന് ആ സംവാദത്തിൽ മുജാഹിദുകൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഖാലിഖല്ല, സൃഷ്ടാവല്ല, കേവലം ഒരു മഹാനായ മനുഷ്യൻ മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് തേടിയാൽ ശിർക്കാകുമോ? എന്നവര് പറഞ്ഞു, ശിർക്കാകുന്ന പ്രശ്നമേ ഇല്ല. അതിന് സീഡ് ലഭ്യമാണ്. മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം തേടിയാൽ പോലും ശിർക്കാകൂല, എപ്പോൾ ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ. ആ വിശ്വാസം, ആ നിലക്കുള്ള ഒരു നിർവചനം ലോകത്തിലാളും പഠിപ്പിച്ചിട്ടില്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു. സഹോദരന് വല്ലതും ഉപചോദ്യമായി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മൗലവി, അതായത് തഫ്താസാനി ഇമാം പറഞ്ഞ നിർവചനം മൗലവി പറഞ്ഞല്ലോ, അത് മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ട്. തീർച്ചയായും അംഗീകരിക്കും. എന്നാൽ ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യത്തി വഖവാസിഹ, ഇതാണ് ഇതിന് കൊന്ന് ലഫ്ളും ബൈ ലഫ്ളൊന്ന് അർത്ഥം വെക്കുക. നിങ്ങൾ പറഞ്ഞോളി, പറഞ്ഞോളി. നമ്മൾ രണ്ടൂട്ടും അംഗീകരിക്കില്ല, പിന്നെ പ്രശ്നമില്ല. നിങ്ങളും അംഗീകരിക്കും, ഞങ്ങളും അംഗീകരിക്കും. ഓക്കെ, ഞാൻ വെച്ചോളാം. ഇസ്ബാത്തു ശരീകി, ഒരു പങ്കാളിയെ സ്ഥിരപ്പെടുത്തൽ. ഫിൽ ഉലൂഹിയ്യത്തി, ഉലൂഹിയ്യത്തിക്ക് 2 മഅനയുണ്ട്. അതായത് ആരാധനക്കർഹനാണ് എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ വാജിബുൽ ഉജൂദ് ആണെന്ന വിഷയത്തിൽ ഒരു ശരീക്കിനെ പങ്കാളിയാക്കൽ. ഇന്ന് സുന്നികൾ എടുത്തു നോക്കിയാൽ ഒരൊറ്റ മഹാനെ സംബന്ധിച്ചും ആരാധനക്കർഹനാണെന്നോ അല്ലെങ്കിൽ വാജിബുൽ ഉജൂദ് ആണെന്നോ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ശിർക്ക് വരുന്നില്ല. എന്നൊന്ന് ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യത്തി വഖവാസിഹ, അതായത് അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കാളിയാക്കൽ. അള്ളാഹുവിന് ഒരുപാട് സിഫത്തുണ്ട്, അതിൽ സൃഷ്ടികൾക്ക് പങ്കാളിയാക്കൽ. അപ്പൊ ശിർക്ക് വരും. ഇതും നമ്മൾ ചിന്തിച്ചാൽ, അതായത് അള്ളാഹുവിന്റെ സിഫത്ത് സമദിയത്തുടേതാണ്. അള്ളാഹു കാണുന്നു, അവൻ സ്വന്തമായി കാണുന്നു. അള്ളാഹു കേൾക്കുന്നു, അവൻ സ്വന്തമായി കേൾക്കുന്നു. അള്ളാഹുവിന് ഏതൊക്കെ സിഫത്തുകൾ ഉണ്ടോ അതൊക്കെ സമദിയത്തുടേതാണ് എല്ലാം. പക്ഷേ
എല്ലാം സ്വന്തമാണ്. അപ്പോ ഒരു മഹാനിക്കോ ഒരു വലിയനിക്കോ സ്വന്തമായി കഴിവുണ്ട്, സമതീയത്തുടേമായ നിലക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ തഫ്താസാനി ഇമാം പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കുന്ന നിർവചനം, ഞങ്ങളും അംഗീകരിക്കുന്ന നിർവചന പ്രകാരം ശിർക്കാവും. എന്നാര് പറഞ്ഞു? എന്നാരും നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. എന്നാ നിങ്ങൾ അർത്ഥം വെച്ചോളൂ. അല്ല, ഒരു മിനിറ്റ്, നിങ്ങളല്ലാതെ വേറെ ആരാത് പറഞ്ഞത്? തഫ്താസാനി ഇമാം പറഞ്ഞു. ഇല്ല, ഈ പറഞ്ഞത് സ്വമതിയത്തുന്ന വാക്ക് ആ കിതാബിൽ തന്നെ ഇല്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ സിഫത്താണല്ലോ റഊഫുർ റഹീം ആണല്ലോ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുത്തു നബിക്ക് അത് കൊടുത്തല്ലോ. അല്ല, ഒരു മിനിറ്റ്, ബാഹ്യമായി കാണുന്നുണ്ടല്ലോ? ബാഹ്യമായി കാണുന്നില്ല. എന്നാൽ ഖുർആൻ ഓതേണ്ടതുണ്ട്. അവിടെ റഊഫുർ റഹീം എന്ന മുത്തു നബിയെ കുറിച്ച് കാണുന്നുണ്ട് ബാഹ്യമായി. ഈ തമ്മിലുള്ള വ്യത്യാസം മൗലവി എന്ന് പറഞ്ഞ ശരി, അൽഹംദുലില്ലാഹ്. അങ്ങനെ വരട്ടെ. അപ്പൊ ഏതാണ്? അതാ ഞാൻ പറഞ്ഞത്, സ്വമതീയത്ത് എന്നുള്ളത് നിങ്ങളെപ്പോലെ ചില മനുഷ്യന്മാർ ഉണ്ടാക്കിയെടുത്ത വ്യാജം മാത്രമാണ്. അവിടെയാണ് അസ്ലി. അത് പൊളിഞ്ഞാൽ എല്ലാം പൊളി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, തഅരീഫ് പറഞ്ഞ ഒരൊറ്റ ആളും ലോകത്ത് നിർവചനം പറഞ്ഞ ഏത് പണ്ഡിതന്മാരെ എടുത്താലും ശരി, സ്വമതീയത്ത് എന്ന പദവുമായി ബന്ധപ്പെട്ട അദ്ദേഹം കേൾക്കട്ടെ, അദ്ദേഹം കേട്ട് പഠിക്കട്ടെ, പ്രതീക്ഷ നമുക്ക്. ഈ ലോകത്ത് ശിർക്ക് നിർവചനം പറഞ്ഞ ഒരാളും സ്വമതീയത്തുമായി ബന്ധപ്പെടുത്തി ശിർക്കിനെ പറഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാർ മാത്രം സ്വന്തം വക കൊണ്ടുവന്നു എന്നേയുള്ളൂ. ഇനി ഞാൻ പറഞ്ഞുതരാം. തഫ്താസാനി പറഞ്ഞ രണ്ട് നിർവചനമാണ്. അത് ഒന്നങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് മറ്റൊന്ന്. രണ്ടും ശരിയാണ്, രണ്ടും ശരിയാണ്. ഒന്ന് ഇസ്ബാത്തു ശരീക്ക് ഫിൽ ഉലൂഹിയ്യത്തി വ ഖവാസിഹാ, അത് തന്നെ മതി. എന്താ പറഞ്ഞത്? ഇസ്ബാത്തു ശരീക്ക്, ഒരു പങ്കുകാരനെ സ്ഥാപിക്കുക. ഫിൽ ഉലൂഹിയ്യത്തി, ഉലൂഹിയ്യത്തിൽ ഇലാഹാവുക എന്ന വിഷയത്തിൽ ഒരു പങ്കുകാരനെ സ്ഥാപിക്കുക. അപ്പൊ അല്ലാഹുല്ലാത്ത ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ച ശിർക്കാണ്, സംശയമല്ല. അല്ലാഹുല്ലാത്ത ഇലാഹ് ഉണ്ട്, ഇലാഹ് ആവാൻ യോഗ്യതയുള്ള മറ്റൊരുത്തനുണ്ട് എന്ന് വിശ്വസിച്ച ശിർക്കാണ്. രണ്ടാമത് ഖവാസിഹ, ഇലാഹിന് സവിശേഷമായ കാര്യങ്ങളിൽ, അത് നിങ്ങൾ തന്നെ പറഞ്ഞു, അള്ളാഹുവിന്റെ സിഫത്തുകളിൽ, വിശേഷണങ്ങളിൽ. അള്ളാഹുവിനുള്ള വിശേഷണം ഞാൻ തീർച്ചയായും ഉറപ്പിച്ചു പറയുന്നു, ലോകത്ത് ഒരൊറ്റ സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല, റസൂലുള്ളാഹിക്കുമില്ല, ആർക്കുമില്ല. കാരണം വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസ്താദ് നിങ്ങൾ ഇപ്പൊ പഠിപ്പിക്കലേ, ഉസ്താദെ ഇപ്പൊ പഠിപ്പിക്കലേ, ഇപ്പൊ കേട്ട് പഠിക്കട്ടെ, ആദ്യം പഠിപ്പിച്ചു കൊണ്ടുവരാം. അതായത് അള്ളാഹുവിനുള്ള സിഫത്തുകളിൽ റബ്ബല്ലാത്ത ഒരാൾക്ക് പങ്കാളിത്തം സ്ഥാപിക്കുക. അത് കുറച്ച് പ്രയാസം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനാണ് ഒരു അഡ്വാൻസ്. എന്ത്? അള്ളാഹുവിന്റെ സിഫത്തൊക്കെ സ്വമതീയത്താണ്, മറ്റു സ്വമതീയത്തല്ല. അത് മാത്രമല്ലല്ലോ അള്ളാഹുവിന്റെ സിഫത്തും അല്ലാത്തതും വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാവരും പറ്റും പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അള്ളാഹുവിന് ഇലാഹാവാനുള്ള സവിശേഷത, അള്ളാഹു സമീ ആണ്, അവൻ ബസീറാണ്. അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്. എന്താണ് അത് പ്രത്യേകത? മനുഷ്യന്മാരെ പറ്റി അള്ളാഹു മനുഷ്യൻ സമീഉം ബസീറുമാണ്. റസൂലുള്ളാഹിനെ പറ്റി മാത്രമല്ല, എല്ലാ മനുഷ്യന്മാരെ പറ്റിയും പറഞ്ഞു. സൂറത്തുൽ ഇൻസാനിൽ കാണാം, മനുഷ്യൻ അല്ലാഹു തആല ഫജഅൽനാഹു സമീഅൻ ബസീറാ, മനുഷ്യനെ സമീഉം ബസീറുമാക്കിയിരിക്കുന്നു. അല്ലാഹു സമീഉം ബസീറുമാണ് വിശദീകരിച്ചല്ല. അതേപോലെ റഹ്മാനായ റബ്ബിനെ പറ്റി പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് ഇരിക്കി കേട്ട് പഠിക്കുക. ആ വ്യത്യാസം ഒക്കെ പറയും, എല്ലാവർക്കും ചോദിക്കാം. നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട. ഇങ്ങനത്തെ ചാൻസ് ചിലപ്പോൾ പിന്നെ കിട്ടൂല, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും, ചിലപ്പോൾ അവസാനമായിരിക്കും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹ് ഹയ്യാണ്. അതേ ഖുർആൻ എന്ത് കാണാം? യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. അല്ലാഹു മയ്യിത്തിൽ നിന്ന് ഹയ്യിനെ പുറത്തെടുക്കുന്നു, ഹയ്യിൽ നിന്ന് മയ്യിത്തിനെ പുറത്തെടുക്കുന്നു. അല്ലാഹു അസീസാണ്. സൂറത്ത് യൂസുഫിൽ കാണാം, വഖാലത്ത് ഇംറഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ പറഞ്ഞു. അതേതാ അസീസ്? ഈജിപ്ത് ഭരണാധികാരി. അല്ലാഹു തആല അലീമാണ്, ഹലീമാണ്. ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചെന്താ? ഉലാമുൻ അലീം, ഉലാമുൻ ഹലീം. അലീമായ കുട്ടി, ഹലീമായ കുട്ടി. ഇതൊക്കെ അള്ളാന്റെ സിഫത്ത് സൃഷ്ടികൾക്കും വെച്ചു കൊടുത്താൽ ലോകത്തിലാർക്ക് മനസ്സിലായിട്ടില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് സമീ എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൽ ഉദ്ദേശിക്കപ്പെടുന്നുവോ അതിന്റെ ഒരംശവും സൃഷ്ടിയുടെ സമീ ഇല്ല. സമതീയത്ത് മാത്രമല്ല, ഒരംശവും ഇല്ല.
അള്ളാന്റെ സമീഉം ബസീറും എന്താ? ഖുർആൻ തന്നെ വിശദീകരിച്ചു. യഅലമു ഖായിനത്തൽ അഅയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം റബ്ബറിയും, മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് റബ്ബറിയും. അതാണ് അള്ളാഹുവിന്റെ ഇൽമ്. അള്ളാന്റെ ഇൽമ അള്ളാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയ അവൻ ഖായിനത്തൽ അഅയുൻ, കണ്ണിന്റെ വഞ്ചന അറിയുന്നു. വമാ തുഖ്ഫി സുദൂർ, മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നു. ആ റബ്ബ് പറയാ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുക്ക് തുല്യനായ ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ശൂറ 11ാമത്തെ വചനം. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല, അവൻ സമീആണ് ബസീറാൻ. അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല, അവൻ സമീആണ് ബസീറാണ്. അപ്പൊ അല്ലാഹ് സമീആയ രൂപത്തിൽ ഒരാളും സമീ അല്ല, അല്ലാഹ് ബസീറായ രൂപത്തിൽ ഒരാളും ബസീറല്ല. അല്ലാഹ് റഊഫും റഹീമുമായ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പോലും റഊഫും റഹീമുമല്ല. അത് അല്ലാഹ്ക്ക് മാത്രമാണ്. അല്ലാഹ് റഊഫായതുപോലെ അല്ലാഹ് റഹീമായതുപോലെ അല്ലാഹുവിന്റെ റസൂലും റഹീമാന്ന് പറഞ്ഞാൽ അതാണ് വഖവാസിഹാ. ഉലൂഹിയത്തിന്റെ ഖാസിയത്തിൽ പ്രത്യേകമായ വിശേഷണങ്ങളിൽ പങ്കു ചേർക്കുക. ഇനി ഇത് സുന്നാക്കുണ്ടോ ഇല്ലേ ഞാൻ നോക്കേണ്ടത്. ഒറ്റ സുന്നാക്കില്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ ഏത് സുന്ന എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ചൊല്ലി പറഞ്ഞ ഒരുപാട് വലുണ്ടല്ലോ. അതിലൊക്കെ പറഞ്ഞെന്താ? കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തത് കൽബകത്തുള്ളത് കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ. അതാണ് യഅലമു ഖായിനത്തൽ അഅയുൻ വമാ തുഖ്ഫി സുദൂർ. ഇത് കേൾക്കണം, ഇത് ഇങ്ങനെ കേൾക്കണം. രണ്ടാമത് വിശുദ്ധ ഖുർആനെ പറ്റി പറഞ്ഞ സൂറത്ത് യാസീനിൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ, അതുണ്ടായിത്തീരും. സൂറത്ത് യാസീനിൽ പറയുന്നു. ഇഫാഴിമാലിൽ കാണാം, വല്ലോരു വസ്തുവിനെ കുന്നെന്ന് ചൊല്ലുകിൽ ബിരികെ ഉരുവാകും എന്ന് പറഞ്ഞോവർ. റിഫായി ശൈഖ് ഒരു വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടായിത്തീരും. മുഹീദ്ദീൻമാലയിലോ വല്ലോരു വസ്തുവിനെ ആകെന്ന് ചൊല്ലുകിൽ വേണ്ടിയ ബണ്ണമ്മാതിനെ ആക്കുന്നോവർ. ഏതെങ്കിലും വസ്തുവിനോട് അതാകട്ടെ എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ അതായിത്തീരും എന്ന് മുഹീദ്ദീൻമാലയിലും. വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിൽ പറഞ്ഞു. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന കാലത്ത് കാണാം, ഖുല്ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. സമുദ്രം മുഴുവൻ മഷിയാക്കിയിട്ട് അല്ലാഹുവിന്റെ വചനങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ സമുദ്രം അവസാനിച്ചു പോകും, അല്ലാഹുവിന്റെ വചനം അവസാനിക്കൂല. സൂറത്തുൽ ലുഖ്മാനിൽ കാണാം, വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ നഖലാം വൽ ബഹറു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുർ മാ നഫിദത് കലിമാത്തുല്ലാഹ്. സമുദ്രം മുഴുവൻ മഷിയാക്കി മരങ്ങൾ പേനയാക്കി ശേഷം 7 സമുദ്രം കൊണ്ടുവന്നാലും ശരി സമുദ്രം അവസാനിക്കുമെന്നല്ലാതെ അല്ലാഹുവിന്റെ വചനം അവസാനിക്കൂല. മുഹീദ്ദീൻമാലയിൽ കാണാം, മരങ്ങൾ കാലമായും ബഹർ മയ്യാകിലും മട്ട് ഫേടാദവർ പോരീഷ എന്നോവർ. മരങ്ങൾ കലമായി മരങ്ങൾ പേനയാക്കി ബഹർ മഷയുമാക്കിയാലും ശരി മുഹീദ്ദീൻ ശൈഖിന്റെ പോരിഷ അവസാനിക്കൂല. അപ്പൊ സുന്നാക്കാർക്കും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. രണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കി, നല്ലതാണ് കേൾക്കി. ഇന്ന് രാത്രി ഉറക്കം വരില്ല എന്നേ ഉള്ളൂ, പക്ഷേ നാളെ വെച്ചുണ്ടാവും. കാലന്തൂർ മർക്കസ് ഇറങ്ങിയ CM സ്മരണിക എന്ന പുസ്തകം അതും കൂടി കേൾക്കി, ഇതും കൂടി കേൾക്കി, അപ്പൊ മനസ്സിലാവും. ഇതും കൂടെ കേൾക്കി. നിങ്ങൾ കേൾക്കി പുസ്തകരെ ചോദിക്കാൻ സമയം തരാം, നിങ്ങൾ ഇഷ്ടം പോലെ ചോദിച്ചോളി. കാലന്തൂർ മർക്കസ് ഇറങ്ങിയ CM സ്മരണിക എന്ന പുസ്തകത്തിൽ കാന്തപുരം മുസ്ലിയാരും ഉള്ളാൾ തങ്ങളും അടക്കമുള്ളവർ അതിന് അംഗീകാരം നൽകിയ പുസ്തകത്തിൽ അവയത്ത് കുഞ്ഞിശ്ശേരി കോയ തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ അതിൽ ലേഖനം എഴുതുന്നു. ഔലിയാക്കന്മാർ അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കാനും സാധിക്കും. എല്ലാരും കേട്ടോളി. അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും. CM സ്മരണികയിൽ നമുക്കിത് ചെയ്യാനുള്ളത് എന്ന ലേഖനത്തിൽ അവിടുത്തെ കുഞ്ഞിശ്ശേരി കൊയ്യത്തങ്ങൾ എഴുതിയ ലേഖനമാണ്. അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും. കഴിഞ്ഞ ഫുയൂദാത്തുർ റബ്ബാനിയ്യ ഖാദിയ ത്വരീഖത്തിന്റെ പുസ്തകം ഇതിലെന്താ പറഞ്ഞത്? അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖുത് ത്വരീഖതി. അനൽ വാഹിദു, ഞാൻ വാഹിദാണ്, അൽ ഫർദു, അൽ ഫർദാണ്, കബീറാണ്, ലിദാതിഹി, സ്വന്തം നിലക്ക് തന്നെ, ലിദാതിഹി, സ്വന്തം നിലക്ക് തന്നെ ഞാൻ വാഹിദാണ്, ഞാൻ ഫർദാണ്, ഞാൻ കബീറാണ്. അതുകൊണ്ട്
ഞാൻ തീർത്തു പറയുന്നു, സമദയ്യത്ത് എന്ന ഒന്ന് നിർവചനത്തിൽ ലോകത്ത് ഒരാളും ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങളാ പറഞ്ഞത് നിങ്ങളുടെ വകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിർവചനത്തിൽ എവിടെയെങ്കിലും, ലോകത്ത് നിർവചനം പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ശിർക്കിന് നിർവചനം പറഞ്ഞിടത്ത് സമദയ്യത്തുമായി ബന്ധപ്പെടുത്തി ശിർക്കിനെ വിശദീകരിച്ച ഒരാൾ ലോകത്തുണ്ടെങ്കിൽ, ഒരാള് സമദയ്യത്തുമായി ബന്ധപ്പെടുത്തി സമദയ്യത്ത് കൽപ്പിച്ചെങ്കിലേ ശിർക്ക് വരൂ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണം.